ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മ രാമ ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതദാനം വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. മാരീച നിഗ്രഹം. മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാസീതയും രാമചന്ദ്രനോടുര ചെയ്താൾ. ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗമെത്രയും ചിത്രം ചിത്രം. രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു. മരുക്കമുണ്ടെത്രയുമെന്നു തോന്നും. കളിപ്പാനതി സുഖമുണ്ടിതു നമുക്കിന്നു. വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം. പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ. മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ. മൈഥിലി വാക്യം കേട്ടു രാഘവൻ അരുൾ ചെയ്തു. സോദരൻ തന്നോടു നീ കാത്തുകൊള്ളുക വേണം. സീതയെ അവൾക്കൊരു ഭയവുമുണ്ടാകാതെ. യാതുദാരന്മാരുണ്ടു കാനനം തന്നിലെങ്ങും എന്നരുൾ ചെയ്തു. ധനുർബാണങ്ങളെടുത്തുടൻ ചെന്നിതു മൃഗത്തെ കൈക്കൊള്ളുവാൻ ജഗന്നാഥൻ. അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നും തോന്നുമ്പോൾ മന്ദമന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും. പടുത്തമോടെ ദൂരെ കുതിച്ചു ചാടുമപ്പോൾ. ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ തന്നെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവനൊരു ശരം. നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൻ. പൊന്മാനതു കൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസവേഷം പൂണ്ടാൻ. മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രയെന്നു രഘുനാഥനും നിരൂപിച്ചു. ബാണമേറ്റവനിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടെ കരഞ്ഞാനയ്യോ പാപം. ഹാ ഹാ ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദര. ഹാ ഹാ മേ വിധിബലം പാഹി മാം ദയാനിധി. ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൻ സീതയും. സൗമിത്രേ നീ ചൊല്ലുക വൈകിടാ
അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലെ. ഭവാനുഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുൻപേ രക്ഷിച്ചു കൊള്ളുന്നു ചെന്നു ലക്ഷ്മണമടിയാതെ. രക്ഷോ വീരന്മാരിപ്പോൾ കൊല്ലുമല്ലെങ്കിലയ്യോ. ലക്ഷ്മണനതു കേട്ടു ജാനകിയോടും ചൊന്ന. ദുഃഖിയായി ദേവി കേൾക്കണം മമ വാക്യം. മാരീചൻ തന്നെ പൊന്മായി വന്നതവൻ നല്ല. ചോരനെത്രയുമേവം കരഞ്ഞതവൻ തന്നെ. അന്ധനായി ഞാനും ഇതു കേട്ടുപോയകലുമ്പോൾ നിന്തിരുവടിയെയും കൊണ്ടുപോയിടാമല്ലോ. പങ്ക്തി കന്തരൻ തനിക്കതിനുള്ള ഉപായമിന്തെന്നറിയാതെ അരുൾ ചെയ്യുന്നിതത്രയല്ല. ലോകവാസികൾക്കാർക്കും ജയിച്ചുകൂടായല്ലോ. രാഘവൻ തിരുവടി തന്നെ എന്നറിയണം. ആർത്തനാദം മമ ജ്യേഷ്ഠനുണ്ടാകില്ല. രാത്രിചാരികളുടെ മായ ഇതറിഞ്ഞാലും വിശ്വനായകൻ കോപിച്ചിടുകില രക്ഷണാൽ. വിശ്വസംഹാരം ചെയ്യുവാൻ പോരുമെന്നറിഞ്ഞാലും അങ്ങനെയുള്ള രാമൻ തന്മുഖാംബുജത്തിൽ നിന്നെങ്ങനെ ദൈന്യനാദം ഭവിച്ചിടുന്നു നാദേ. ജാനകി അതു കേട്ടു കണ്ണുനീർ തൂകി തൂകി മാനസേ വളർന്നൊരു ഖേദകോപങ്ങളോടും ലക്ഷ്മണൻ തന്നെ നോക്കി ചൊല്ലിനാളതു നേരം. രക്ഷോജാധീരത്ര നീയുമുണ്ടായി നൂനം. മാതൃനാശത്തിനത്രേ കാംക്ഷയുമാകുന്നു തവ. ചേതസി ദുഷ്ടാത്മാവേ ഞാനിതോർത്തിയിലയല്ലോ. രാമനാശാകാംക്ഷിതനാകിയ ഭരതന്റെ കാമസിദ്ധ്യാർത്ഥം അവൻ തന്നെ നിയോഗത്താൽ കൂടെ പോന്നിതു നീയും രാമനും. നാശം വന്നാൽ കൂടമായെന്നെയും കൊണ്ടങ്ങു ചെല്ലുവാനൂനം. എന്നുമേ നിനക്കെന്നു കിട്ടുകയില്ലതാനും. ഇന്നുമൽ പ്രാണത്യാഗം ചെയ്വൻ ഞാൻ അറിഞ്ഞാലും. ചേതസി ഭാര്യാഹരണോദ്യാതനായ നിന്നെ സോദര ബുദ്ധ്യാധരിച്ചില രാഘവനേതും. രാമനെയൊഴിഞ്ഞു ഞാൻ മറ്റൊരു പുരുഷനെ രാമപാദങ്ങളാണേ തീണ്ടുകയില്ലയല്ലോ. ഇത്തരം വാക്കു കേട്ടു സൗമിത്രി ചെവി രണ്ടും സത്വരം പൊത്തി പുനരവളോടുര ചെയ്താൽ. നിനക്കു നാശമടുത്തിരിക്കുന്നതു പാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാതാനും. ഇത്തരം ചൊല്ലിയിടുവാൻ തോന്നിയതെന്ത് ചണ്ഡി. ദിക്തിക്കതം ഗത്യന്തം ക്രൂരചിത്തം നാരികൾക്കെല്ലാം മനദേവതമാരെ പരിപാലിച്ചു കൊൾവി. മരുവംശാധീശ്വര പത്നിയെ വഴി പോലെ ദേവിയെ ദേവകളെ പരമേൽപ്പിച്ചു മന്ദം. പൂർവജൻ തന്നെ കാൺവാൻ നടന്നു സൗമിത്രിയും. സീതാപഹരണം. അന്തരം കണ്ടു ദശകന്ധരൻ മദന ബാണാന്തനായി അവതരിച്ചിടിനാനവനിയിൽ. ജടയും വൽക്കലവും ധരിച്ചു സന്യാസിയുടെ ജാങ്കണേ വന്നു നിന്നിതു ദശാസനും. ഭിക്ഷുവേഷത്തെ പൂണ്ട രക്ഷോനാഥനെ കണ്ടു തൽക്ഷണം മായാ സീതാദേവിയും വിനീതയാൽ നത്വാ സംപൂജ ഭക്ത്യാ ഫലമൂലാദികളും ദത്വാ സാഗത വാക്ക് മുക്ത പിന്നെയും ചൊന്നാൽ. അത്രൈവ ഫലമൂലാദികളും ഭുജിച്ചു കൊണ്ടിത്തിരി നേരമിരുന്നിടുക തപോനിധി. ഭർത്താവ് വരുമിപ്പോൾ തൊൽപ്രിയമെല്ലാം ചെയ്യും. ശുത്രുടാദിയും തീർത്തു വിശ്രമിച്ചാലും ഭവാൻ. ഇത്തരം മായാദേവി മുക്താലാപങ്ങൾ കേട്ടു സത്വരം ഭിക്ഷുരൂപി സസ്മിതം ചോദ്യം ചെയ്താൻ. കമല വിലോചനകമനീയാങ്കിനീയാരോമലേ ചൊല്ലിയിടു നിങ്കമിതാവാരെന്നതും. നിഷ്ഠൂരജാതികളാം
രാക്ഷസാരാദിയായ ദുഷ്ടജന്തുക്കളുള്ള കാനനഭൂമി തന്നിൽ നീയൊരു നാരിമണിതാനെ വാഴുന്നതെന്തൊരായുധപാണികളുമില്ലല്ലോ സഹായമായി. നിന്നുടെ പരമാർത്ഥമൊക്കവേ പറഞ്ഞാൽ ഞാൻ എന്നുടെ പരമാർത്ഥം പറയുന്നുണ്ടു താനും. മേദിനി സീതയതു കേട്ടുര ചെയ്തിടിനാൾ. മേദിനി പതിവര നാമായോധ്യാധിപതി വാട്ടമില്ലാതെ ദശരഥനാം നൃപാധിപ ജ്യേഷ്ഠനന്ദനായ രാമനാത്ഭുതവീരൻ തന്നുടെ ധർമ്മപത്നി ജനകാത്മജ ഞാനോ ധന്യനാമനുജനും ലക്ഷ്മണനെന്നും നാമം. ഞങ്ങൾ മൂവരും പിതൃരാജ്ഞയ തപസ്സിനായി ഇങ്ങു വന്നിരിക്കുന്നു ദണ്ഡകവനം തന്നിൽ. 14 കഴിവോളം വേണം താനും അതിനു വാർത്തിയിടുന്നു സത്യമെന്നറിഞ്ഞാലും. നിന്തിരുപടിയെ ഞാൻ അറിഞ്ഞില്ലേതും പുനരെന്തിനെ എഴുന്നള്ളി ചൊല്ലേണം പരമാർത്ഥം. എങ്കിലോ കേട്ടാലും നീ മംഗലശീലെ ബാലെ പങ്കജ വിലോചനെ പഞ്ചബാണാദിവാസി പൗലസ്ത്യനയനാം രാക്ഷസരാജാവു ഞാൻ. ത്രൈലോക്യത്തിങ്കൽ എന്നെ ആരറിയാതെയുള്ളൂ. നിർമ്മലേ കാമപരിതപ്തനായി ചമഞ്ഞു ഞാൻ. നിൻമൂലമതിന്നു നീ പോരേണം മായാസാഗം. ലങ്കയാം രാജ്യം വാനോർ നാട്ടിലും മനോഹരം കിങ്കരനായേന്തവ ലോകസുന്ദരീനാദേ. താപസവേഷം പൂണ്ട രാമനാലെന്തു ഫലം. താപമുൾക്കൊണ്ടു കാട്ടിലിങ്ങനെ വസിക്കേണ്ട ശരണാഗതനായൊരെന്നെ നീ ഭജിച്ചാലും. മരുണാദരി മഹാഭോഗങ്ങൾ ഭുജിച്ചാലും. രാവണവാക്യമേകം കേട്ടതിഭയത്തോടും ഭാവൈവർ വർണ്ണ്യം പൂണ്ടു ജാനകി ചൊന്നാൾ മന്ദം. കേവലമടുത്തിതു മരണം നിനക്കിപ്പോളേവം നീ ചൊല്ലുന്നാകിൽ ശ്രീരാമദേവൻ തന്നാൾ സോദരനോടും കൂടി വേഗത്തിൽ വരുമിപ്പോൾ. മേദിനിപതി മമ ഭർത്ത ശ്രീരാമചന്ദ്രൻ. തൊട്ടുകൂടാമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവി. രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണമിതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിടും ക്രോധം പൂണ്ടു മൂർച്ഛിതാനായ നേരം. തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിപം ദശാനനം 20 മഹഭുജം. അഞ്ജനശൈലകാരം കാണായ നേരമുള്ളിൽ അഞ്ജസാ ഭയപ്പെട്ടു വനദേവതമാരും. രാഘവ പത്നിയെയും തേരതിയിലേറ്റെടുത്തവ ആകാശമാർഗേ ശീഘ്രം പോയി ദൂതശാസ്യനും. ആഹാ രാഘവ രാമ സൗമിത്രേ കാരുണ്യാംബുദേ. ആഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരം. ഇത്തരം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുദ്യാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ടവിടേക്കു പോകുന്നു മൂടാത്മാവേ. അതരത്തിങ്ക ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാം പുരോടാശം കൊണ്ടുപോകുന്നത് പോലെ പദ്ധതി മധ്യേ പരമോദത ബുദ്ധിയോടും ഗൃദ്ധരാജനും ഒരു പത്രവാരായുള്ളൊരു ക്രുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ അഗ്രജെന്നു യുദ്ധവും തുടങ്ങിനാൻ. അബ്ദിയും പത്രനിരക്ഷുബ്ധമായി ചമയുന്നി ദദ്രികൾ ഇളകുന്നു വിദ്രുതമതു നേരം. കാൽനഖങ്ങളെ കൊണ്ടു ചാപങ്ങൾ പൊടിപെടുത്താനങ്ങളും കീറി മുറിഞ്ഞു വശം കെട്ടു തീഷ്ണതുണ്ടാഗ്രം കൊണ്ടു തേർത്തടം തകർത്തിതു. കാൽക്ഷണം കൊണ്ടു കൊന്നു വീഴ്ത്തിനാനശ്വങ്ങളെ. രൂക്ഷത പെരുകിയ പക്ഷപാതങ്ങളേറ്റു രാക്ഷസപ്രബലനും ചഞ്ചലമുണ്ടായി വന്നു. യാത്രയും മുടങ്ങി മൽകീർത്തിയും മുടങ്ങിതെന്നാർത്തി പൂണ്ടുഴുന്നൊരു രാത്രിചാരീന്ദ്രനപ്പോൾ
ധാത്രിപുത്രിയെ തത്ര രാധാത്രിയിൽ നിർത്തി പുനരോർത്തു തൻ ചന്ദ്രഹാസമിളക്കി ലഘുതരം പക്ഷിനായകരുടെ പക്ഷങ്ങ ഛേദിച്ചപ്പോൾ അക്ഷിതി തന്നിൽ വീണാനക്ഷമനായിട്ടവൻ രക്ഷോ നായകൻ പിന്നെ ലക്ഷ്മീ ദേവിയെ കൊണ്ടക്ഷത ചിത്തത്തോടും ദക്ഷിണ ദിക്കു നോക്കി മറ്റൊരു തേരിലേറ്റിത്തെറ്റെന്നു നടകൊണ്ടാൻ മറ്റാരും പാലിപ്പാനില്ലുറ്റവരായിട്ടെന്നോ തിറ്റിറ്റു വീണിടുന്ന കണ്ണുനീരോടുമപ്പോൾ കറ്റവാർ കുഴലിയാം ജാനകി ദേവി താനും ഭർത്താവു തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായികന്നു പൃഥ്വിപുത്രിയാം വരം പത്രിരാജനും നൽകി പൃഥ്വിമണ്ഡലമകന്നാശുമേൽ പോട്ടുപോയാൽ അയ്യോ രാഘവ ജഗന്നായക ദയാനിധി നിന്നെ എന്നപേക്ഷിച്ചതെന്തു ഭർത്താവേ നാഥ രക്ഷോ നായകൻ എന്നെ കൊണ്ടിട പോയിടുന്നു രക്ഷിതാവായിട്ടൊരും ആരും എനിക്കില്ലയോ പാവം ലക്ഷ്മണ നിന്നോടു ഞാൻ പരുഷം ചൊന്നേനല്ലോ രക്ഷിച്ചു കൊള്ളേണമേ ദേവരാധയാനിധി രാമ രാമാത്മരാമ ലോകാഭിരാമ രാമ ഭൂമിദേവിയും എന്നെ വെടിഞ്ഞാണിതു കാലം പ്രാണവല്ലഭ പരിത്രാഹി മാം ജഗൽപദേ കൗണപാദീപൻ എന്നെ കൊന്നു ഭക്ഷിക്കും മുൻപേ സത്വരം വന്നു പരിപാലിച്ചു കൊള്ളേണമേ സത്വതേജസ മഹാസത്വവാരിതേ നാഥ ഇത്തരം വിലപിക്കും നേരത്തും ശീഘ്രം രാമഭദ്രനിങ്ങെത്തുമെന്ന ശങ്കയാ നക്തഞ്ചരൻ ചിത്തവേഗേന നടന്നീടിനാനതു നേരം പൃഥ്വിപുത്രിയും കീഴ്പോട്ടാശു നോക്കും നേരം അധിനാഥാഗ്രി കണ്ടു പഞ്ചവാനരന്മാരെ വിദ്രുതം വിഭൂഷണ സഞ്ജയമൊഴിച്ചു തന്നുത്തരീയാതകണ്ഠം കൊണ്ടു ബന്ധിച്ചു രാമ ഭദ്രനു കാൺമാൻ യോഗം പരിഗന്നകതാര് സ്മൃത്വാ കീഴ്പോട്ടു നിക്ഷേപിച്ചത് സീതാദേവി മത്തനാം ഭക്തഞ്ചരനറിഞ്ഞീലതുമപ്പോൾ അബ്ദിയോ മുത്തരീയതൻ പത്തനം ഗത്വദൂർണം ശുദ്ധാന്തമധ്യേ മഹാശോകാനന ദേശേ ശുദ്ധഭൂതലേ മഹാശിംശപാതൊരു മൂലെ ഹൃദ്യമാരായ നിജരക്ഷോ നാരികളെയും നിത്യവും പാലിച്ചു കൊൾകെന്നുറപ്പിച്ചു തന്റെ വസ്ത്യമുൾപ്പൂക്കു വസിച്ചിടിനാന്തശാനനൻ ഉത്തമോത്തമയായ ജാനകീ ദേവി പാതിവൃത്യ മാശ്രിത്യ വസിച്ചിടിനാളതുകാലം വസ്ത്രകേശാദികളും എത്രയും മലിനമായി വക്രവും കുമ്പിട്ടു സംതപ്തമാം ചിത്തത്തോടും രാമരാമേതി ജപധ്യാന നിഷ്ഠയ ബഹുയാമിനീചരകുലനാരികളുടെ മധ്യേ നീഹാരശിത ശീതാതപവാദ പീഡയും സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ലങ്കയിൽ വസിച്ചാതങ്കം ഉൾക്കൊണ്ടുമായ സങ്കടം മനുഷ്യജന്മത്തിങ്കലാക്കില്ലാഞ്ഞു. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സീതാന്വേഷണം. രാമനും മായാമൃഗത്തെ വേഗത്തെ കൈക്കൊണ്ടൊരു കാമരൂപിണം മാരിജാസുരമേതു കൊന്നു. വേഗേന നടകൊണ്ടാനാശ്രമം നോക്കി പുനരാഗമക്കാതലായ രാഘവൻ തിരുവടി. 4-5 ശരപ്പാട് നടന്നോരന്തരം ബാലകം വരവീഷ ദൂരവേ കാണായി വന്നു. ലക്ഷ്മണൻ വരുന്നതു കണ്ടു രാഘവൻ താനും ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കരണീയം. ലക്ഷ്മണനേതുമറിഞ്ഞീലല്ലോ പരമാർത്ഥം, ഇക്കാലം ഇവനെയും വഞ്ചിക്കുന്ന ദേവരു. രക്ഷോ നായകൻ കൊണ്ടുപോയതു മായാസീത, ലക്ഷ്മി ദേവിയെയുണ്ടു മറ്റാർക്കും ലഭിക്കുന്നു. അഗ്നിമണ്ഡലത്തിങ്കൽ വാഴുന്ന സീത തന്നെ ലക്ഷ്മണൻ അറിഞ്ഞാൽ ഈ കാര്യവും വന്നുകൂടാ. ദുഃഖിച്ചുകൊള്ളൂ ഞാനും പ്രാകൃതനെന്ന പോലെ, മൈക്കണ്ണി തന്നെ തിരഞ്ഞാശു പോയി ചെല്ലാമല്ലോ. രക്ഷോ നായകനുടെ രാജ്യത്തിലെന്നാൽ പിന്നെ തൽക്കുലത്തോടുകൂടെ രാവണൻ തന്നെ കൊന്നാൽ അഗ്നിമണ്ഡലേ വാഴും സീതയെ സത്യവ്യാജാൽ കൈക്കൊണ്ടു പോകാം അയോധ്യയ്ക്കു വൈകാതെ. പിന്നെ അക്ഷയധർമ്മമോടു രാജ്യത്തെ വഴി പോലെ രക്ഷിച്ചു കിഞ്ചിൽ കാലം ഭൂമിയിൽ വസിച്ചിടാം. പുഷ്കരോത്ഭവനിത്തം പ്രാപ്തിക്ക് നിമിത്തമായി അർക്കവംശത്തിങ്ക ഞാൻ മർത്യനായി പിറന്നതും മായാമാനുഷനാകും എന്നുടെ ചരിതവും മായാവൈഭവങ്ങളും കേൾക്കയും ചൊല്ലുകയും ഭക്തിമാർഗേണ ചെയ്യും ഭക്തന പ്രയാസേന മുക്തിയും സിദ്ധിച്ചിടുമില്ല സംശയമേതും. ആകയാൽ ഇവനെയും വഞ്ചിച്ചു ദുഃഖിപ്പു ഞാൻ
പ്രാകൃത പുരുഷനെ പോലെ എന്നകതാര് നിർണയിച്ചവരജനോടരുൾ ചെയ്തിടിനാൻ. പർണശാലയിൽ സീതയ്ക്കാരൊരു തുണയുള്ളൂ, എന്തിനിങ്ങോട്ട് പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ? രാക്ഷസർ അവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ കണ്ടകജാതികൾക്കെന്തോ നരുതാത്തതോർത്താൽ. അഗ്രജൻ വാക്യമേവം കേട്ടു ലക്ഷ്മണൻ താനും അഗ്രേ നിന്നുടനുടൻ തൊഴുതു വിവശനായി. ഗദ്ഗദാക്ഷരമുര ചെയ്തിതു ദേവിയുടെ ദുർഗ്രഹവചനങ്ങൾ ബാഷ്പവും തൂകി തൂകി. ആഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീക്രം, ആഹാ രാക്ഷസനെന്നീ നിഗ്രഹിച്ചിടുമിപ്പോൾ. ഇത്തരം നക്തഞ്ചരൻ തൻ വിലാപങ്ങൾ കേട്ടു മുഗ്ധഗാത്രിയും തവ നാദമെന്നുറയ്ക്കയാൽ അത്യർത്ഥം പരിതാപം കൈക്കൊണ്ടു വിലപിച്ചു. സത്വരം ചെന്നു രക്ഷിക്കുന്നോടരുൾ ചെയ്തു, ഇത്തരം നാദമമ ഭ്രാതാവാനുണ്ടായി വരാ. ചിത്തമോഹവും വേണ്ട സത്യമെന്നറിഞ്ഞാലും രാക്ഷസനുടെ മായാഭാഷിതമിതു നൂനം. കാൽക്ഷണം പൊറുക്കെന്നു ഞാൻ പലവരു ചൊന്നേൻ എന്നതു കേട്ടു ദേവി പിന്നെയുമുര ചെയ്താൾ. എന്നോട് പലതരം ഇന്നവയെല്ലാം ഇപ്പോൾ നിന്തിരുമുന്നിൽ നിന്നു ചൊല്ലുവാൻ പണിയെന്നാൽ. സന്താപത്തോടു ഞാനും കർണങ്ങൾ പൊത്തിക്കൊണ്ടു ചിന്തിച്ചു ദേവകളെ പ്രാർത്ഥിച്ചു രക്ഷാർത്ഥമായി. നിന്തിരുമലരടി വന്ദിപ്പാൻ വിടകൊണ്ടേൻ, എങ്കിലും പിഴച്ചിതു പോന്നതു സൗമിത്രേ നീ. ശങ്കയുണ്ടായിടാമോ ദുർവചനങ്ങൾ കേട്ടാൽ? യോഷമാരുടെ വാക്കു സത്യമെന്നോക്കുന്നവൻ ഭോഷനെത്രയുമെന്നു നീ അറിയുന്നതില്ലേ? രക്ഷസാം പരീക്ഷകൾ കൊണ്ടുപോയി കളയുകയോ ഭക്ഷിച്ചു കളയുകയോ ചെയ്തതെന്നറിഞ്ഞീല. ഇങ്ങനെ നിനച്ചുടജാന്തർഭാഗത്തിങ്കൽ ചെന്നെങ്ങുമേ നോക്കി കാണാഞ്ഞാകുലപ്പെട്ടു രാമൻ. ദുഃഖഭാവവും കൈക്കൊണ്ടെത്രയും വിലാപിച്ചാൻ നിഷ്കളനാത്മരാമൻ നിർഗുണനാനന്ദൻ. ഹാഹാ വല്ലഭേ സീതേ, ഹാഹാ മൈഥിലീനാഥേ, ഹാഹാ ജാനകി ദേവി, ഹാഹാ മൽ പ്രാണേശ്വരി. എന്നെ മോഹിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തു വന്നിടുമടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്നത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി. വനദേവതമാരെ നിങ്ങളുമുണ്ടോ കണ്ടു? വനജേഷണനായ സീതയെ സത്യം ചൊല്ലുവിൻ. മൃഗസഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടു കണ്ടു? മൃഗലോചനായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ചയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു? പക്ഷ്മളാക്ഷിയെ മമ ചൊല്ലുവിൻ പരമാർത്ഥം. വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം. പുഷ്കരാക്ഷിയെ നിങ്ങളെങ്ങാനുമുണ്ടോ കണ്ടു? യുദ്ധമോരോന്നോ പറഞ്ഞത്രയും ദുഃഖം പൂണ്ടു. സത്വരം നീളെ തിരഞ്ഞെങ്ങുമേ കണ്ടീലല്ലോ. സർവേശ്വരൻ സർവജ്ഞൻ സർവാത്മാ സർവകാരണനേകനജൻ പരിപൂർണൻ നിർമ്മലൻ നിരാകാരൻ നിരഹങ്കാരൻ നിത്യൻ ചിന്മയനകണ്ഠനാന്താ ആനന്ദനാത്മകൻ ജഗന്മയൻ. മായയാ മാനുഷഭാവേന ദുഃഖിച്ചിടിനാൻ. കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജ്ഞന്മാർക്കു സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല ജ്ഞാനമില്ലായികയാൽ. ജടായുഗതി. ശ്രീരാമദേവനേവം തിരഞ്ഞു നടക്കുമ്പോൾ തേരൊഴിഞ്ഞുടഞ്ഞു വീണാകുലമടവിയിൽ ശസ്ത്രചാപങ്ങളോടും കൂടവേ കിടക്കുന്നതെത്രയോ മടുത്തു കാണായിതു മധ്യമാർഗം. അന്നേരം സൗമിത്രിയോടരുളി ചെയ്തു രാമൻ, ഭിന്നമായൊരു രഥം കാണടോ കുമാരനി. തന്നൊങ്കി തന്നൊരു രാക്ഷസൻ കൊണ്ടുപോകുമ്പോൾ അന്യാരാക്ഷസൻ അവനോട് പോർ ചെയ്തിടിനാൻ. അന്നേരമഴിഞ്ഞ തേർക്കോപ്പിതാ കിടക്കുന്നു എന്നു വന്നിടാം അവർക്കൊന്നോരോ ഭക്ഷിച്ചോരോ. ശ്രീരാമനേവം പറഞ്ഞിത്തിരി നടക്കുമ്പോൾ ഘോരമായൊരു രൂപം കാണായി ഭയാനകം. ജാനകി തന്നെ തിന്നു തൃപ്തനായൊരു യാതുദാനനാ കിടക്കുന്നിതത്ര നീ കണ്ടീലയോ? കൊല്ലുവവനിവനെ ഞാൻ വൈകാതെ ബാണങ്ങളും വില്ലുമിങ്ങാശു തന്നീടെന്നതു കേട്ട നേരം വിത്രസ്തൃതനായ പക്ഷിരാജനും ചൊന്നാൻ, മന്ദ്യനല്ലഹം തവ ഭക്തനായൊരു ദാസൻ. മിത്രമിത്രയും തവ താതനു വിശേഷിച്ചും സ്നിഗ്ധനായിരിപ്പൊരു പക്ഷിയാം ജടായു ഞാൻ. ദുഷ്ടനാം ദശമുഖൻ നിന്നുടെ പത്നി തന്നെ കട്ടുകൊണ്ടാകാശേ പോകുന്നേരമറിഞ്ഞു ഞാൻ.
പെട്ടെന്നു ചെന്നു തടുത്തവനെ യുദ്ധം ചെയ്തു മുട്ടിച്ചു തേരും വില്ലും പൊട്ടിച്ചു കളഞ്ഞപ്പോൾ വെട്ടിനാൻ ചന്ദ്രഹാസം കൊണ്ടവൻ ഞാനുമപ്പോൾ പുഷ്ടവേദനയോടും ഭൂമിയിൽ വീണേനല്ലോ നിൻ തിരുവടി കണ്ടൊഴിഞ്ഞു മര്യായികൻ ഇന്ദിരാദേവിയോട് വരവും വാങ്ങിക്കൊണ്ടേ തൃക്കടൽ പാർക്കണമെന്ന കൃപയാ കൃപാനിധേ തൃക്കടലിന നിത്യം ഉൾക്കാമ്പിൽ വസിക്കണം ഇത്തരം ജടായുധൻ വാക്കുകൾ കേട്ടുനാഥൻ ചിത്തകാരുണ്യം പൂണ്ടു ചെന്നടുത്തിരുന്നതൻ തൃക്കൈകൾ കൊണ്ടു തലോടിനാൻ അവനുടൽ ദുഃഖാശ്രുപ്ലുപ്തനയത്തോടും രാമചന്ദ്രൻ ചൊല്ലാഹോ മമ വല്ലഭാവൃത്താന്തം നീ എല്ലാം എന്നതു കേട്ടു ചൊല്ലിനാൻ ജടായുവും രക്ഷോ നായകനായ രാവണൻ ദേവി തന്നെ ദക്ഷിണ ദിശ കൊണ്ടുപോയാനെന്നറിഞ്ഞാലും ചൊല്ലുവാനില്ല ശക്തി മരണപീഡയാലെ നല്ലതു വരുവതിനായി അനുഗ്രഹിക്കേണം നിന്തിരുപടി തന്നെ കണ്ടിരിക്കവേ ബന്ധമറ്റീടും വണ്ണം മരിപ്പാൻ അവകാശം വന്നതു ഭവൽ കൃപാപാത്രമായാകയാലാഹം പുരുഷോത്തമാദയാനിതേ നിന്തിരുവടി സാക്ഷാൽ ശ്രീ മഹാവിഷ്ണു പരമാനന്ദാത്മ പരമാത്മാ മായാ മാനുഷരൂപി സന്തതമന്തർഭാഗേ വസിച്ചിടുക വേണം നിന്തിരുമേനികര ശ്യാമളാഭിരാമം അന്ത്യകാലത്തിങ്കലീ വണ്ണം കാണായ മൂലം ബന്ധവും മറ്റു മുക്തനായി ഞാനെന്നു നൂനം ബന്ധുഭാവേന ദാസനാകിയോരടിയനെ ബന്ധൂക സുമസമൃത തൃക്കരതലം തന്നാൽ ബന്ധുവത്സലാമന്തം തൊട്ടരുളയണമെന്നാൽ നിന്തിരുമലരടിയോടു ചേർന്നീടാമല്ലോ ഇന്ദിരാപതിയതു കേട്ടുടൻ തലോടിനാൻ മന്ദമന്ദം പൂർണാത്മനാനന്ദം വന്നിടും വണ്ണം അന്നേരം പ്രാണങ്ങളെ ത്യജിച്ചു ജടായുവും മന്നിടം തന്നിൽ വീണ നേരത്തൂരുകുവരൻ കണ്ണുനീർ വാർത്തു ഭക്തവാത്സല്യ പരവശ അന്നോജനേത്രൻ പിതുമിത്രമാം വർഷീന്ദ്രന്റെ ഉത്തമാംഗത്തെ എടുത്തുത്സംഗസിന്നി ചേർത്തിട്ടുത്തരകാരാർത്ഥമായി സോദരനോട് ചൊന്നാൻ കാഷ്ടങ്ങൾ കൊണ്ടുവന്നു നല്ലൊരു ചിത തീർത്തു കൂട്ടനം അഗ്നി സംസ്കാരത്തിനു വൈകിടാതെ ലക്ഷ്മണത് കേട്ടു ചിതയും തീർത്തിയിടിനാൻ തൽക്ഷണം കുളിച്ചു സംസ്കാരവും ചെയ്തു പിന്നെ സ്നാനവും കഴിച്ചു തക്രിയാതയും ചെയ്തു കാനനെ തത്ര മുഖം വധിച്ചു മാംസഖണ്ഡം പുല്ലിന്മേൽ വച്ചു ജലാദിയും നൽകിയിടിനാൻ നല്ലൊരു ഗതിയുണ്ടാവാൻ പിത്രർത്ഥമായി പക്ഷികളവയെല്ലാം ഭക്ഷിച്ചു സുഖിച്ചാലും പക്ഷീന്ദ്രനതുകൊണ്ട് തൃപ്തനായി ഭവിച്ചാലും കാരുണ്യമൂർത്തി കമലേക്ഷണൻ മധുവൈരി സാരൂപ്യം ഭവിക്കുന്നു സാദരമരുൾ ചെയ്തു അന്നേരം വിമാനം ആരൂഹ്യ ബാസുരം പാനു സന്നിപം ദിവ്യരൂപം പൂണ്ടൊരു ജടായുവും ശങ്കാരികത പത്മകമകുട പീതാംബരാന്ത്യാഗിത രൂപം പൂണ്ട വിഷ്ണു പാർഷദന്മാരാൽ പൂജിതനായി സ്തുതിക്കപ്പെട്ടു മുനികളാൽ തേജസാ സകല ദിക്തപ്തനായി കാണായി വന്നു സന്നദ്ധ ഗാത്രത്തോടും ഉയരെ കൂപ്പിത്തൊഴുതുന്നത ഭക്തിയോടെ രാമനെ സ്തുതി ചെയ്ത ജടായുസ്തുതി അഗണ്യ ഗുണമാദ്യമവ്യയ പ്രമേയ അഖില ജഗത് സൃഷ്ടി സ്ഥിതി സംഹാരമൂലം പരമം പരാപരമാനന്ദം പരാത്മാനം വരദമഹം പ്രണതോസ്മി സന്തതം രാമം महिद कडाक्ष विश्वविदामरशुजं रहिदावधि सुगमिन्दिरामनोहरं श्यामलं जडामगुडोजलं चावशर कोमलकराम्बुजं प्रणतोऽस्म्यहं रामं भुवनगमनीयरूपमीडितं शतरविवासुरमभीष्टप्रदं शरणदं सुरपादपमूलरजितनिलयनं सुरसञ्जयसेव्यं प्रणतोऽस्म्यहं रामं भवकानन भवदहन नामधेयं भवपङ्कज भवमुखदैवतं देवं धनुजपतिकोटि सहस्रविनाशनं मनुजकारिं हरिं प्रणतोऽस्म्यहं रामं भवभावनाहरं भगवत्स्वरूपिणं भवभीविरहितं मुनिसेवितं परं भवसागरतरणं कृपोदकं नित्यं भवनाशयनिशं प्रणतोऽस्म्यहं रामं गिरिशगिरिसुतहृदयाम्बुजावासं गिरिनायकधरं गिरिपक्षारिसेव्यं सुरसञ्चेदनुजेन्द्रसेवितपादं सुरभमणिनिभं प्रणतोऽस्म्यहं रामं परधरातपरिवर्जितमनीषिणां
പരപൂരുഷ ഗുണഭൂതി സന്തുഷ്ടാത്മനാം പരലോകൈകഹിത നിരതാത്മനാം സേവ്യം പരമാനന്ദമയം പ്രണതോസ്മ്യഹം രാമം. സ്മിതസുന്ദര വികസിത വക്ത്രാംബോരുഹം സ്മൃതിഗോചര സിതാംബുകളേപരം സിതപങ്കജ ചാരുനയനം രഘുവരം ക്ഷിതിനന്ദിനിവരം പ്രണതോസ്മ്യഹം രാമം. ജലപാത്രൗക്കോസ്ഥിതര വിമണ്ഡലം പോലെ സകല ചരാചര ജന്തുക്കളുള്ളിൽ വാഴും പരിപൂർണാത്മനമദ്വയം അവ്യയമേകം പരമം പരാപരം പ്രണതോസ്മ്യഹം രാമം. വിധിമാധവ ശംഭുരൂപവേദേന ഗുണത്രിതയ വിരാജിതം കേവലം വിരാജന്തം ത്രിദശമുനിജനസ്തുതമവ്യക്തമജം ക്ഷിതിജാമനോഹരം പ്രണതോസ്മ്യഹം രാമം. മന്മദശതകോടി സുന്ദരകളേവരം ജന്മനാശാദിഹീനം ചിന്മയം ജഗന്മയം നിർമ്മലം ധർമ്മകാർമ്മധാരമഭ്യനാധാരം നിർമ്മമമാത്മരാമം പ്രണതോസ്മ്യഹം രാമം. ഈ സ്തുതി കേട്ടു രാമചന്ദ്രനും പ്രസന്നനായി പത്രീന്ദ്രൻ തന്നോടരുളി ചെയ്തു മധുരമായി അസ്തുതേ ഭദ്രം ഗച്ഛ പദമേ വിഷ്ണു പരം സ്തോത്രമെഴുതിയും പഠിച്ചു കേട്ടുകൊണ്ടാൽ ഭക്തനായുള്ളവന് വന്നിടും മത്സാരൂപ്യം പക്ഷീന്ദ്ര നിന്നെ പോലെ മൽപരായണായാൽ. ഇങ്ങനെ രാമവാക്യം കേട്ടൊരു പക്ഷിശ്രേഷ്ഠൻ അങ്ങനെ തന്നെ വിഷ്ണു സാരൂപ്യം പ്രാപിച്ചു പോയി ബ്രഹ്മപൂജിതമായ പദവും പ്രാപിച്ചുതേ നിർമ്മല രാമനാമം ചൊല്ലുന്ന ജനം പോലെ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. കബന്ധഗതി. പിന്നെ ശ്രീരാമൻ സുമിത്രാത്മജനോടുകൂടി ഖിന്നനായി വനാന്തരം പ്രാപിച്ചു ദുഃഖത്തോടും അന്വേഷിച്ചോരു ദിശ സീതയെ കാണായികാൽ സന്നദ്ധൈരേണ വനമാകെ സഞ്ചരിക്കുമ്പോൾ രക്ഷോരൂപത്തോടൊരു സത്വരത്തെ കാണായി വന്നു. തൽക്ഷണമേവം രാമചന്ദ്രനും അരുൾ ചെയ്ത ഭക്ഷസീവദനവും യോജനബാഹുക്കളും ചക്ഷുരാദികളുമില്ലെന്തൊരു സത്തമിതം ലക്ഷ്മണ കണ്ടായോ നീ കണ്ടോളം ഭയമുണ്ടാം ഭക്ഷിക്കും ഇപ്പോൾ അവൻ നമ്മയെന്നറിഞ്ഞാലും പക്ഷിയും മൃഗവുമല്ലെത്രയും ചിത്രം ചിത്രം ഭക്ഷസി വക്രം കാലും തലയുമില്ലതാനും രക്ഷസു പിടിച്ചുടൻ ഭക്ഷിക്കും മുമ്പ് തന്നെ രക്ഷിക്കും പ്രകാരവും കണ്ടീല നിരൂപിച്ച തൽപുജ മധ്യസ്ഥന്മാരായതു കുമാരനാം കൽപ്പിതം ദാതാവിനാൽ എന്താൽ അതുവരും. രാഘവനേവം പറഞ്ഞിടൊരനന്തര ആകുലമകന്നൊരു ലക്ഷ്മണനുടെ ഉര ചെയ്താൻ പോരും വ്യാകുലഭാവം എന്തിനീ വിചാരിപ്പാൻ ഓരോരോ കരം ഛേദിക്കേണം നാം ഇരുവരും. തൽക്ഷണം ഛേദിച്ചിതു ദക്ഷിണഭുജം രാമൻ ലക്ഷ്മണൻ വാമകരം ഛേദിച്ചാനതു നേരം രക്ഷോ വീരനും അതിവിസ്മയം പൂണ്ടു രാമലക്ഷ്മണന്മാരെ കണ്ടു ചോദിച്ചാൻ ഭയത്തോടെ മൽഭുജങ്ങളെ ഛേദിച്ചിടുവാൻ ശക്തന്മാരായി ഭുവനത്തിലാരും ഉണ്ടായില്ലിതിൻ കീഴിൽ അത്ഭുതകാരന്മാരാം നിങ്ങളാരാരിരുവരും സൽപുരുഷന്മാരെന്നു കൽപ്പിച്ചിടുന്നേ ഞാൻ. ഘോരകാനന പ്രദേശത്തിങ്ങൾ വരുവാനും കാരണമെന്തു നിങ്ങൾ സത്യം ചൊല്ലുക വേണം. ഇത്തരം കബന്ധവാക്യങ്ങൾ കേട്ടൊരു പുരുഷോത്തമൻ ചോദിച്ചുടൻ ഉത്തരമരുൾ ചെയ്തു കേട്ടാലും ദശരഥനാമായോധ്യാധിപതി ജ്യേഷ്ഠനന്ദനനഹം രാമനെന്നല്ലോ നാമം. സോദരനിവൻ മമ ലക്ഷ്മണനെന്നു നാമം. സീതയെന്നുണ്ട് മമ ഭാര്യയായൊരു നാരി പോയതു ഞങ്ങൾ നായാട്ടിന്നതു നേരമതി മായാവി നിശാചരൻ കട്ടുകൊണ്ടങ്ങു പോയാൻ. കാനനം തോറും ഞങ്ങൾ തിരഞ്ഞങ്ങു നടക്കുമ്പോൾ കാണായി നിന്നെ അതിഭീഷണ വേഷത്തോടും പാണികൾ കൊണ്ടു തവ വേഷിതന്മാരാകായ പ്രാണരക്ഷാർത്ഥം ഛേദിച്ചിടിനേൻ കരങ്ങളും ആരടോ വികൃത രൂപം ധരിച്ചൊരു ഭവാൻ. നേരോടെ പറഞ്ഞെന്നു രാഘവൻ ചോദിച്ചപ്പോൾ സന്തുഷ്ടാത്മനാ പറഞ്ഞിടിനാം കബന്ധനം. നിൻ തിരുവടി തന്നെ ശ്രീരാമദേവനെങ്കിൽ ധന്യനായി വന്നേനഹം. നിൻ തിരുവടിയെ തന്നെ മുന്നിൽ അമ്മാറു കാണായി വന്നൊരു നിമിത്തമായി ദിവ്യനായിരിപ്പൊരു ഗന്ധർവനഹം. രൂപയൗവനദർപ്പിതമായി സഞ്ചരിച്ചിടും കാലം സുന്ദരീജന മനോധൈര്യവും ഹരിച്ചതീ സുന്ദരനായൊരു ഞാൻ ക്രീഡിച്ചു നടക്കുമ്പോൾ അഷ്ടവക്രനെ കണ്ടു ഞാൻ അപഹസിച്ചതു ദുഷ്ടനായി മഹാമുനി
ശാപവും നൽകിയിടിനാൻ. ദുഷ്ടനായുള്ളൊരു നീ രാക്ഷസനായി പോകയെന്നാൽ തുഷ്ടനായി പിന്നെ ശാപാനുഗ്രഹം നൽകിയിടിനാൻ. സാക്ഷാ ശ്രീനാരായണൻ തൻ തിരുവടി തന്നെ മോക്ഷദന്ത ശ്രുതപുത്രനായി തേതായുകെ വന്നവതരിച്ചു നിൻ ബാഹുക്കളറക്കുന്നാൾ. വന്നീടുമല്ലോ ശാപമോക്ഷവും നിനക്കെടോ. താപസ ശാപം കൊണ്ടു രാക്ഷസനായൊരു ഞാൻ താപേന നടന്നിടും കാലമങ്ങൊരു ദിനം. ശതമഞ്ഞുവിനെ പാഞ്ഞെടുത്തേനതീരുഷ ശതകോടിയാൽ തലയറുത്തു ശതമകൻ. വജ്രമേറ്റിട്ടും മമ വന്നീല മരണമത അബ്ജസംഭവൻ മമ തന്നൊരു വരത്തിനാൽ. മദ്യനല്ലായിക മൂലം വൃത്തിക്കു മഹേന്ദ്രനു ഉത്തമാംഗത്യ മമ കുഷിയിലാക്കിയിടിനാൻ. വക്രപാദങ്ങൾ മമ കുഷിയിലായ ശേഷം ഹസ്തയുഗ്മവും ഒരു യോജനയതങ്ങളായി ബത്തിച്ചിടുന്നേനത്ര വൃത്തിക്കു ശക്രാജ്ഞയ. സത്യസഞ്ജയം മമ ഹസ്തമധ്യസ്ഥമായാൽ വക്രേണ ഭക്ഷിച്ചു ഞാൻ ബദ്ധിച്ചേനിത്ര നാളും. മുത്തമോത്തമാരഘുനായകാദയാനിതേ ഭക്തിയും ജ്വലിപ്പിച്ചു ദേഹവും ദഹിപ്പിച്ചാൽ പിന്നെ ഞാൻ ഭാര്യമാർഗമൊക്കെ ചൊല്ലിടുവൻ. മേദിനി കുഴിച്ചതിൽ ഇന്ധനങ്ങളും ഇട്ടു വീതിഹോത്രേന ജ്വലിപ്പിച്ചത് സൗമിത്രിയും. തത്രേ ഭഗവന്ത ദേഹം ദഹിപ്പിച്ച നേരം തദ്ദേഹത്തിങ്ക നിന്നങ്ങു ഉത്തിതനായി കാണായി. ദിവ്യ വിഗ്രഹത്തോടും മന്മത സമാനനായി സർവഭൂഷണ പരിഭൂഷിതനായ നേരം രാമദേവനെ പ്രദക്ഷിണവും ചെയ്തു ഭക്ത്യ ഭൂമിയിൽ സാഷ്ടാംഗമായി വീണുടൻ നമസ്കാരം മൂന്നുരു ചെയ്തു കൂപ്പിത്തൊഴുതു നിന്നു. പിന്നെ മാനിനാം ഗന്ധർവനുമാനന്ദ വിവശനായി കോൾമയിർ കൊണ്ടു കർക്കാദർശനവാണികളാം കോമളപാദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനാൻ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ